ഗായ്സ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് 5:30 തന്നെ ഉണർത്തിയ ടീമുകളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡെയിലി ഒരു അലാറത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് നമ്മളെ റൂമിൻ്റെ സൈഡിൽ ഇവരൊന്ന് വെച്ചാൽ മതി. ഗൈസ്, അപ്പോൾ ഇന്നൊന്ന് ജസ്റ്റ് നമ്മൾ എൻ്റെ കോളേജ് വരെ ഒന്ന് എനിക്ക് പോകാനുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് പോകാൻ നോക്കുകയാണ് ഇപ്പോൾ. ഇതിൻ്റെ വണ്ടി പാർക്കിംഗ് ഏരിയ ഇവിടെയാണ്. ഈ രണ്ട് സൈഡിലുണ്ട്, റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ റൈറ്റിലായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാം. ഇതാണ് ഒസ്മാനിയ യൂണിവേഴ്സിറ്റി കോളേജ്, നമ്മുടെ ക്യാമ്പസ്. അപ്പോൾ ഒരുപാട് മഷൂറായിട്ടുള്ള വലിയ വലിയ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ കോളേജാണിത്. അപ്പോൾ എല്ലാവരും തന്നെ അറിയുന്ന ഒരു കോളേജാണ് ഒസ്മാനിയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇന്ത്യയിലും അതേപോലെ തന്നെ പുറം രാജ്യങ്ങളിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു കോളേജാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓഫീസിലേക്ക് എനിക്ക് പോകണം, ജസ്റ്റ് ഒരു കാര്യമുണ്ട്, അപ്പോൾ പോകേണ്ടിയുണ്ട്. അപ്പോൾ അവിടേക്ക് പോവുകയാണ് ഞാൻ. ഇപ്പോൾ ഇവിടെ ഒരു വരാന്ത ഉണ്ട്, അതേപോലെ ക്ലാസ് റൂംസുകളൊക്കെ ഉണ്ട്. എല്ലാം ഈ ഏരിയകളിൽ തന്നെയാണ് എല്ലാം. ഉള്ളിൽ നല്ല തണുപ്പാണ് കേട്ടോ ഗൈസ്. ഇത് സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ ഇത് കാണാം. പുറമെ എത്ര ചൂടാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും, കാരണം ഇത് ഒരുപാട് പഴക്കം ചെന്ന ബിൽഡിംഗ് ആണല്ലോ. ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു കോർട്ട്യാർഡ് ടൈപ്പ് ഇതാ ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇവിടെ ഏരിയ ഇതൊരു ഏരിയ സ്റ്റാഫ് റൂംസ് ഏരിയ ആണ്. ഇത് ഹിസ്റ്ററിൻ്റെ നേരെ അവിടെ കാണുന്നത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതാ ഇവിടെയും ഇങ്ങനെ ഒരു ഓപ്പൺ പ്ലേസ് ഉണ്ട്. ഇത് കണ്ടാൽ ഇപ്പോൾ ഒന്നും തീരില്ല, അത് അത്രമാത്രം ഉണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട് ഇത്. അപ്പോൾ ഞാൻ ഒരു കുറച്ച് ഭാഗങ്ങളെ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ. ഇതൊരു സ്റ്റെപ്സാണ് നമ്മൾ മേലോട്ടേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ഇതാ ഇവിടെയും അതേപോലെ ഒരു സ്റ്റെപ്സ് ഉണ്ട്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നമുക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നു. നല്ല കൂളിംഗ് ആണ് ഇവിടെ. വരാന്തയാണ് ഇവിടെ എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ വരാന്തയിൽ നമുക്ക് അതാ പുറമേയുള്ള എല്ലാ വ്യൂസും ഇവിടുന്ന് കാണാൻ പറ്റും. ഇത് ഇഫ്ലു ആണ് കേട്ടോ, അതായത് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി. ഇത് തൊട്ടടുത്ത് തന്നെയാണ് ഇതുള്ളത്. ചായ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊരു വീക്ക്നെസ് ആണല്ലോ മലയാളികളെ. അപ്പോൾ ഇവിടെ കോളേജ് സൈഡിൽ തന്നെ നമ്മളൊരു ചെറിയൊരു ചായക്കട ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ടാണ് ബാക്കി പരിപാടി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു मैडम. बहुत ज़बरदस्त छोटा सा ग्लास है यहाँ पे, लेकिन चाय बहुत दिखने में बहुत अच्छी लग रही है और टेस्टी भी बहुत अच्छी होगी यहाँ पे. यहाँ बहुत ऐसे छोटी छोटी चाय की बंडी हैं. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ ഒസ്മാനിയ യൂണിവേഴ്സിറ്റിൻ്റെ ഗ്രൗണ്ട്. നല്ല ഇപ്പോൾ ഒരാളും ഇല്ല ഇവിടെ, നല്ല ശാന്തമായി കിടക്കുകയാണ്. വൈകുന്നേരം അതേപോലെ രാവിലെ ഫുൾ ആൾക്കാരായിരിക്കും ഇവിടെ എക്സസൈസിനും അതേപോലെ പല തരത്തിലുള്ള ഗെയിംസും കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ഇപ്പം ഫുൾ ശൂന്യമായിട്ട് കിടക്കുകയാണ്. എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ, ഇത് അടിപൊളിയായിട്ടൊരു ഗാലറി ഒക്കെ ആയിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് കേട്ടോ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്.
അതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 2 ബിൽഡിങ്സ് കാണാം. ഒന്ന് ജിമ്മിൻ്റെതാണ്. ഇത് ഇവിടുത്തെ ക്യാമ്പസിലുള്ള സ്റ്റുഡൻസുകൾക്കൊക്കെ ഫ്രീ ആയിട്ടുള്ള ജിമ്മ് അതിൻ്റെ സെൻറ്ററാണ്. അതേപോലെ തന്നെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് ഇവിടെ തന്നെ. ഇവിടെയും നമ്മുടെ ക്യാമ്പസിലുള്ള സ്റ്റുഡൻസുകൾക്ക് ഇവിടെ ഫ്രീ മെമ്പർഷിപ്പാണ് കേട്ടോ. ബാഡ്മിൻ്റൺ കോർട്ടാണ്, ഇൻഡോർ. ഒരുപാട് നല്ല ഉയരത്തിലാണ് ഇത് ഇവിടെ കളിക്കാൻ. ഇതിനുള്ളിൽ തന്നെ 3-4 കോർട്ട്സ് ഉണ്ട്. ഫുട്ബോൾ പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ക്രിക്കറ്റ്, ഫുട്ബോൾസ് എല്ലാം വൈകുന്നേരം രാവിലെ ആയിട്ട് കളി ഡെയിലി ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോയാൽ ഇവിടെ കാണാൻ വലിയൊരു ഈ ഗ്രൗണ്ട് ഒരുപാട് ഏരിയയിൽ ഉണ്ട് ഈ ഗ്രൗണ്ട്. ഇത് അതന്നെ ഇപ്പോൾ ഈ താഴെ ഇതിൻ്റെ കണ്ടില്ല, ഇതൊരു റണ്ണിങ് കോർട്ടാക്കിയിട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് സൈഡ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഗാലറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ താഴെ ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് വേറൊരു ഇൻഡോർ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചില്ല അവിടെ. ജസ്റ്റ് ബൗണ്ടറി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനോട് തൊട്ട് തന്നെയാണ് മറ്റേ അപ്പുറത്ത് ഉണ്ടാക്കുന്നത് ഒരു ഇൻഡോർ തന്നെ സ്റ്റേഡിയം തോന്നുന്നു തന്നെയാണ്. കണ്ടില്ലേ, ഇതാ ഇവിടെ ഇത് പണി പൂർത്തിയായിട്ടില്ല, പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ. ഈ ഗ്രൗണ്ട് എന്ന് ആർക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ആര് വന്നാലും ഈ ഗ്രൗണ്ട് കണ്ടാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. കാരണം വൈഡായിട്ട് ഒരുപാട് ഏരിയ ഉണ്ട് ഈ ഗ്രൗണ്ടിൽ. അപ്പോൾ കളിക്കുന്നവർക്ക്, ഗെയിംസ് കളിക്കുന്നവർക്ക് അത് കളിക്കാം. അതേപോലെ എക്സസൈസ് ചെയ്യാൻ വരുന്നവർക്ക് അതും ഇവിടെ അത് പറ്റും. എക്സസൈസ് ചെയ്യാൻ ഒരുപാട് ഏരിയ ഉണ്ട്. അതുമല്ല നല്ല തണുത്ത കാറ്റായിരിക്കും എപ്പോഴും ഉണ്ട്. അതിപ്പോൾ ഇപ്പോഴും കാറ്റടിക്കുന്നുണ്ട്. പക്ഷേ വൈകുന്നേരം ഒന്നുകൂടെ നല്ല തണുത്ത കാറ്റായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ ഞാൻ വൈകുന്നേരം വാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. അപ്പോൾ ഇത്ര പോരെ, ഇനി നമുക്ക് ഇവിടുന്ന് പോകാമല്ലേ? അപ്പോൾ ഗൈസ് പോകാൻ വരട്ടെ, കഴിഞ്ഞിട്ടില്ല. ഇതാ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും ഗ്രൗണ്ട് ഉണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയും വോളിബോൾസും അതേപോലെ മറ്റു കളികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ കേട്ടോ ജെൻസ് ഹോസ്റ്റൽ. ഇതാ കാണാൻ നല്ല ഭംഗിയുണ്ട്, ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്.